PMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ വിജയനെ വിടാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിരുവനന്തപുരത്തെ വീണയുടെ ബാങ്ക് ലോക്കർ തുറന്ന് ഇഡി പരിശോധന നടത്തി. വീണയെ ചോദ്യം ചെയ്യാൻ ഇഡി ഓഫീസിൽ വിളിച്ചു വരുത്തിയ ഉടൻ തന്നെയാണ് ബാങ്ക് ലോക്കർ പരിശോധനയും ഇഡി നടത്തിയത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് 242 അക്കൗണ്ടുകളിലായി ഏകദേശം 18.36 കോടി രൂപയാണ് ഇതുവരെ ഇഡി മരവിപ്പിച്ചിട്ടുള്ളത്. ഈ കേസിൽ ഇഡി അന്വേഷണം തുടരുകയാണ്. 2.25 കോടി രൂപ എന്തിനാണ് CMRL നൽകിയത് എന്ന ചോദ്യത്തിന് വീണയ്ക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണയിൽ മാത്രം അന്വേഷണം ഒതുങ്ങി നിൽക്കില്ല എന്നിപ്പോൾ തീർച്ചയായിട്ടുണ്ട്. CMRL നിന്നും മാസപ്പടി പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളുള്ള ഡയറി ഇഡിയുടെ കസ്റ്റഡിയിലുണ്ട്. ഈ പേരുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കുടുങ്ങുക വീണ മാത്രമല്ല എന്ന സൂചനയാണ് പുറത്തു വന്നിട്ടുള്ളതും. പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന ഇഡി പരിശോധനയ്ക്കിടെ ഇഡി സംഘത്തിന് നേർക്ക് നടന്ന ആക്രമണമാണ് കേസിൽ അന്വേഷണം ഊർജിതമാക്കാനുള്ള കാരണങ്ങളിലൊന്ന്. ഭാഗ്യം കൊണ്ടാണ് ആക്രമണത്തിൽ നിന്നും ഇഡി ഉദ്യോഗസ്ഥർക്ക് അന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. കേസിൽ അനഭിലഷണീയമായ പ്രവണത വന്നത് ഇഡിയെ പ്രകോപിപ്പിച്ചിരുന്നു. ഇത് വീണയ്ക്ക് തന്നെയാണ് തിരിച്ചടിയായിരിക്കുന്നത്. 10 വർഷമായി വീണയെ ഓഫീസിൽ വിളിച്ച് ചോദ്യം ചെയ്യാതിരുന്ന ഇഡി ഇതിനുശേഷമാണ് ഓഫീസിൽ വിളിച്ച് ചോദ്യം ചെയ്തത്. ഇതാണെങ്കിൽ 8 മണിക്കൂറിലേറെ നീളുകയും ചെയ്തു. ഇതിനുശേഷം വീണയുടെ ബാങ്ക് ലോക്കറിലും ഇഡി പരിശോധന നടത്തുകയും ചെയ്തു. CMRL ഡയറക്ടർമാരിൽ നിന്നും ഇഡി വിശദാംശങ്ങൾ തേടിയിട്ടുമുണ്ട്. വീണയ്ക്കൊപ്പം ഇവരും കുടുങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ്. വെറുമൊരു മാസപ്പടി കേസല്ല, കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് നടന്നത് എന്നതിനാലാണ് ഇഡി അന്വേഷണം പുരോഗമിക്കുന്നത്. SFIO അന്വേഷണമാണ് ഇതിൽ നിർണായകമായത്. CMRL കമ്പനി കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടിയോളം രൂപയാണ് രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ നൽകിയത്. ഇതിന്റെ വിവരങ്ങൾ CMRL നിന്നും പിടിച്ചെടുത്ത ഡയറിയിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അന്വേഷണം വീണയിൽ ഒതുങ്ങില്ല എന്ന സൂചന ഇഡി നൽകുന്നതും. കൂടുതൽ പേരിലേക്ക് ഉടൻ തന്നെ അന്വേഷണം നീളും. നോട്ടീസ് ലഭിച്ച കാര്യം വെളിയിൽ വന്നാൽ മാത്രമേ ആരൊക്കെയാണ് ഇഡി റഡാറിൽ എന്ന് അറിയുവാൻ കഴിയുകയുള്ളൂ.